വയനാട് മാനന്തവാടി പയ്യാമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മക്നിയെ പിടികൂടാനുള്ള ദൌത്യം ഉടൻ ആരംഭിക്കും. ആനയെ മയക്കുവെടിവെച്ച മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് തീരുമാനം. കുംകിയാനങ്ങളടക്കം പടമലയിൽ സജ്ജമാണ്. കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. പടമല സെന്റ് അൽഫോൺസ് പള്ളിയിൽ വൈകിട്ട് 3-നാണ് സംസ്കാരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നു. തത്സമയം അനീഷ്, എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇന്ന് കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? കാട്ടാനയെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള തീരുമാനം ഇന്നലെ ഉച്ചതിരിഞ്ഞ് തന്നെ സർക്കാർ കൈക്കൊണ്ടതാണ്. പക്ഷേ അത് കൃത്യമായി പാലിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല. കാരണം ഈ ചാലിഗദ്ദ എന്ന സ്ഥലത്തിന് സമീപമുള്ള ഒരു കുന്നിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ആന ഏതാണ്ട് ദൃശ്യപരിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും വെടിവെക്കാൻ പറ്റിയ ഒരു സ്ഥലത്തായിരുന്നില്ല എന്നതാണ് ഈ വെടിവെപ്പ് തടസ്സമായി പറയുന്നത്. കാരണം ഒരു കുന്നിന്റെ മുകളിലാണ് ആന നിലയുറപ്പിച്ചിരുന്നത്. അവിടെ നിന്നും 4 വശത്തേക്കും ഏതാണ്ട് ജനവാസ കേന്ദ്രങ്ങൾ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഈ ആനയ്ക്ക് വെടിയേറ്റില്ലെങ്കിൽ പിന്നീട് അത് ഒരുപക്ഷെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി വലിയ നാശം സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് കുങ്കിയാനകളെ അടക്കം തയ്യാറാക്കി ഈ മയക്കുവെടി വെക്കുന്നതിനുള്ള വിധത്തിലടക്കമുള്ള ടീം തയ്യാറായി നിന്നെങ്കിൽ പോലും അതിനുള്ള ഒരു ശ്രമം പൂർണ്ണമായും വിജയം കണ്ടില്ല. പിന്നീട് ആനയെ കാട്ടിലേക്ക് തുരത്തി വിടുന്ന അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചും ആലോചിച്ചിരുന്നു. എന്നാൽ അതും ആ സമയം വരെ നമുക്ക് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോഴും വിജയം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർ ഇതിനിടയിൽ ഒരു പ്രതിഷേധവുമായി പോലീസിനും വനവകുപ്പിനുമെതിരെ രംഗത്തെത്തുകയും ചെയ്തു. കാരണം തുരത്തി ഓടിച്ച് കാട്ടിലേക്ക് അയച്ചാൽ വീണ്ടും അത് മടങ്ങി വരാൻ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ട് പൂർണ്ണമായും മയക്കുവെടി വെച്ച് ഏതെങ്കിലും ആന സങ്കേതത്തിലേക്ക് ആനയെ കൊണ്ടുപോകുന്നതാണ് കരണീയം. ഇല്ലെങ്കിൽ വീണ്ടും ഈ ആളുകളെ കൊല്ലുന്ന ആന ജനവാസ കേന്ദ്രങ്ങളിലെത്തി നാശം വിതയ്ക്കും എന്നൊരു സംശയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയാണ് അവർക്കുള്ളത്. രാത്രിയിൽ ഈ ചാലിഗദ്ദ ഭാഗത്തെ കുന്നിൻ മുകളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്കടക്കം അടുത്തേക്ക് ആന ഇറങ്ങിയതായി ഈ രാത്രി ആശങ്ക ആളുകൾക്കുണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ വലിയ രീതിയിൽ സംഘടിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോഴും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള ദൗത്യം രാവിലെ പുനരാരംഭിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചാലിഗദ്ദയ്ക്ക് അടുത്ത് തന്നെയാണ് കുറുവ ദ്വീപുള്ളത്. കുറുവ ദ്വീപിന്റെ അടുത്ത് കുങ്കിയാനകൾ ഇന്നലെ ഏതാണ്ട് ഉച്ചതിരിഞ്ഞ് മുതൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. മയക്കുവെടി വെച്ച ശേഷം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുടെ ഒരു മുൾമുനയിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അജീഷിന്റെ മൃതദേഹം ഇന്നലെ മാനന്തവാടിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി ഒരു 10 മണിയോടുകൂടി ഈ വീട്ടിലേക്ക് എത്തിച്ചു. ഏറെ വൈകാരികമായ ഒരു രംഗങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിച്ചത്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അദ്ദേഹത്തെ വീട്ടിലേക്കുള്ള എത്തിയ ശേഷം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കാരണം സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയാണ് ഇത്തരം ഒരു ദൈന്യതയാർന്ന രംഗത്തിന് സാക്ഷ്യം വഹിക്കേണ്ട വന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ എത്തുകയും ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് മൃതദേഹം ഉള്ളത്. രാവിലെ മുതൽ ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി സബ് കളക്ടറുടെ ഓഫീസിലും മാനന്തവാടി ടൗണിലും ഉണ്ടായത്. കളക്ടറെ അടക്കം തടഞ്ഞു വെച്ച് അല്ലെങ്കിൽ തീർച്ചയായും വലിയ പ്രതിഷേധം വിരമ്പുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അനീഷ, ഈ കാട്ടാന ഇപ്പോൾ എവിടെയാണുള്ളത്? ജനവാസ മേഖലയിലാണോ? ചാലിഗദ്ദ ഭാഗത്ത് തന്നെ ആയിരുന്നു ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കാട്ടാന ഉണ്ടായിരുന്നത്. കാട്ടാനയുടെ സ്ഥാനം മാറി സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് പോയി എന്നത് സംബന്ധിച്ച വനംവകുപ്പ് ഇപ്പോഴും കൃത്യമായൊരു വിവരം നൽകുന്നില്ല. കാരണം ഈ ജനവാസ മേഖലകളിലടക്കമുള്ള ഇടത്തേക്ക് പോയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ആന ഏത് രീതിയിൽ പ്രതികരിക്കുന്ന കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വനംവകുപ്പ് ഈ ആനയുടെ സ്ഥാനം സംബന്ധിച്ച പുതിയ വിവരം ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി നൈറ്റ് വിഷൻ ഡ്രോൺ അടക്കമുള്ളവ ഉപയോഗിച്ച് ആനയുടെ സ്ഥാനം നിർണയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ മേഖലകളിലെല്ലാം രാത്രിയിലുടനീളം ഈ മൈക്കുമായി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു.
ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആരും വീടുകൾ വിട്ട് പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കരുത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് വനംവകുപ്പിൽ നിന്നും ആനയുടെ സ്ഥാനം സംബന്ധിച്ച് കൃത്യമായി വിവരം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ജനവാസ മേഖലയിലാണ് ഇപ്പോഴും കാട്ടാനുള്ളത്, അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായും ജാഗ്രതാ നിർദ്ദേശം രാത്രിയിലുടനീളം മയക്കുമായി ഈ അധികൃതർ ഈ പരിസരത്ത് ചാലിഗദ്ദ ഭാഗത്ത് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് സന്ദേശം നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാത്രിയിൽ എന്തായാലും ഈ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു നീക്കം തന്നെ നടത്തും എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ രാത്രിയിൽ ഇത്തരത്തിലൊരു ശ്രമം വിജയം കണ്ടോ, അല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ പുലർച്ചെ ആനയുടെ സ്ഥാനം എവിടെയാണ് എന്നത് സംബന്ധിച്ച വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്കൊരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. എന്നാലും അല്പസമയത്തിനകം ഈ സംബന്ധിച്ച ഒരു നിർദ്ദേശം ലഭിക്കും, അല്ലെങ്കിൽ എവിടെയാണ് എന്ന് സംബന്ധിച്ച നിർദ്ദേശം ലഭിക്കും. ഒപ്പം ദൗത്യം എപ്പോൾ ആരംഭിക്കും, അല്ലെങ്കിൽ മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമങ്ങൾ എപ്പോൾ ആരംഭിക്കും എന്നത് സംബന്ധിച്ചും കൃത്യമായൊരു വിവരം ലഭിക്കും. അനീഷ, ഇന്നലെ ഇത്രമാത്രം വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് കാരണമാണ് ഈ ദൗത്യം നടക്കാതിരുന്നത്, അല്ലെങ്കിൽ മയക്കുവെടി വെക്കാതിരുന്നത്? ഇതിന് അധികൃതർ പറയുന്നത് എന്താണ്? ഈ വെളിച്ചക്കുറവ് തന്നെയാണോ? ഈ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ ഈ തണ്ണീർക്കൊമ്പനെയും മറ്റുമൊക്കെ, അല്ലെങ്കിൽ അരിക്കൊമ്പനെയും മറ്റുമൊക്കെ ഈ വെടിവെക്കാൻ സാധിച്ചത് അത് ഒരു ദൃശ്യ പരിധിയിൽ ഉണ്ടാവുകയും വെടിവെക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്തതാണ്. എന്നാൽ ചാലിഗദ്ദയിലെ ഒരു കുന്നിൻ മുകളിലാണ് ആന ഇന്നലെ പൂർണ്ണമായും ഏതാണ്ട് ഈ വൈകുന്നേരത്തോടെ നിലയുറപ്പിച്ചത്, ഉച്ചയെ തിരിഞ്ഞ് നിലയുറപ്പിച്ചത്. പക്ഷേ അത്തരം ഒരു കുന്നിൻ മുകളിൽ ഉള്ളപ്പോഴും വെടിവെക്കാൻ പറ്റുന്ന ഒരു തലത്തിലായിരുന്നില്ല ആനയുടെ സ്ഥാനം. കാരണം ഈ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരവങ്ങളും തയ്യാറെടുപ്പുകളും ആനയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആന കൂടുതൽ പ്രകോപിതനാകുന്നതിനുള്ള സാധ്യതകളാണ് ഈ വനവകുപ്പ് കണക്കിലെടുത്തത്. കാരണം ഈ കുന്നിൻ ചെരുവിൽ നിന്നും ഏത് വശത്തേക്ക് ഇറങ്ങിയാലും ജനവാസ മേഖലകളാണ് ഉള്ളത്. അതുകൊണ്ട് അത്തരം ജനവാസ മേഖലകളിലേക്ക് ആന കൂടുതൽ പ്രകോപിതനായി ഇറങ്ങിയാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത, ഒരുപക്ഷെ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്ന ദൗത്യസേന അംഗങ്ങളുടെ പോലും ജീവന് അപകടകരമാകുന്ന രീതിയിലേക്ക് ആന മാറിയേക്കും എന്ന ആശങ്കകളും നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രിക്ക് മുമ്പ് ആനയെ വെടിവെക്കാൻ കഴിയാതെ വന്നതെന്നാണ് പറയുന്നത്. ഒപ്പം ഈ ഒരാളിനെ കൊന്ന ശേഷമാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏത് രീതിയിലുള്ള പ്രകോപനം ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നത് ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ദൗത്യത്തിന്റെ മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം വെടിയേറ്റ ശേഷം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാലാണ് കുങ്കിയാനകളെ വരുത്തി ബലപ്രയോഗത്തിലൂടെ ആനയെ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയുക. ഈ വാഹനങ്ങൾ അടുത്തെത്തുന്ന ഒരു സ്ഥലത്തല്ല ആന ഇന്നലെ ഉണ്ടായിരുന്നത്. ചാലിഗദ്ദയ്ക്ക് സമീപം ഏതാണ്ട് 300 മീറ്ററോളം മാറിയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ കുന്നിൻ ചെരുവിലേക്ക്, അല്ലെങ്കിൽ കുന്നിന്റെ അടുത്തേക്ക് പോവുക. അവിടെ വരെ ഈ ആനകളെ എത്തിക്കുക, അവിടെ നിന്നും ഈ മയക്കുവെടി വെച്ച ശേഷം ഈ കൊമ്പനെ മോഴയെ താഴേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങേറ്റം ദുഷ്കരമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ദൗത്യം നടക്കാതെ പോയെന്ന് പറയുന്നു. പ്രത്യേകിച്ചും ആനയെ ദൃശ്യപരിധിയിലെത്തുകയും, അല്ലെങ്കിൽ ഈ മയക്കുവെടി വെക്കാൻ പര്യാപ്തമായൊരു സ്ഥലത്ത് എത്തുകയും ചെയ്യുക എന്നത് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദൗത്യം ഈ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടുപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി പിന്നീട് പുറത്തേക്ക് വിടുക എന്നീ തീരുമാനം എത്തിയെങ്കിലും അത് നടപ്പിലാക്കാൻ കഴിയാതെ വന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ, ആന നിലവിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുമോ? എന്താണ് അധികൃതർ പറയുന്നത്? തീർച്ചയായും ആ ഭാഗത്തു നിന്ന് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് ആനയുടെ സ്ഥാനം സംബന്ധിച്ച വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല. അർദ്ധരാത്രിയോടുകൂടി ആന ചാലിഗദ്ദ ഭാഗത്തുനിന്നും താഴേക്ക് ജനവാസ കേന്ദ്രത്തിനാണ് അടുത്തേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജനക്കൂട്ടമൊക്കെ ആർത്ത് വിളിച്ച് അവിടേക്ക് ചെന്നെങ്കിലും ആന അതിന്റെ സ്ഥാനം പഴയ കുന്നിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ ആനയുടെ സ്ഥാനം സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം വനംവകുപ്പിന്റെ ഭാഗത്തും നൽകിയിട്ടില്ല. കാരണം ആളുകൾ വളരെ ആകാംക്ഷ ഭരിതരായി എന്താണ് ഈ ആനയുടെ കാര്യത്തിൽ സംഭവിക്കുക എന്ന ഒരു കാത്തിരിപ്പുണ്ട്. പക്ഷേ വനംവകുപ്പ് ഇപ്പോൾ കൃത്യമായി ഈ
ആന ഇനിയും കുറുവാദ്വീപ് വഴി ഇറങ്ങി കാട്ടിലേക്ക് പോയോ അല്ലെങ്കിൽ അവിടെ തന്നെ നിലയുറപ്പിക്കുന്നതെന്ന് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ട് അല്പസമയത്തിനകം നമുക്ക് ആ കാര്യം ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആനയെ മയക്കുവെടി വെച്ച് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്? അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം വന്നിട്ടുണ്ടോ? ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ആനയെ വെടിവെച്ച് ഈ ആനപരിപാലന കേന്ദ്രം മുത്തങ്ങ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നൊരു രീതി ആലോചിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ തണ്ണീർക്കൊമ്പനെ വെടിവെച്ച ശേഷം മയക്കുവെടി വെച്ച് പിടികൂടി നേരെ കർണാടകത്തിലേക്ക് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ പിന്നീട് ഉയർന്നു. കാരണം ആദ്യ മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയെ 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം ഈ വലിയ രോഗബാധിതരായിരുന്നു തണ്ണീർക്കൊമ്പൻ. ശരീരമാസകലം വ്രണങ്ങളുണ്ടായിരുന്നു. ശരീരത്തിൽ വലിയൊരു മുഴയും അതിൽ പഴുപ്പുമൊക്കെ അടിഞ്ഞ് ഈ ആകെപ്പാടെ ശാരീരികാവസ്ഥ മോശമായ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും പരിശോധിക്കാൻ നിൽക്കാതെ നേരെ കർണാടകത്തിലേക്ക് 100-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അപ്പോൾ തന്നെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപക്ഷെ ആനയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നായി ഈ വിമർശനങ്ങളും ഉയർന്നു. കാരണം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം പിന്നീട് മതിയായ ചികിത്സ നൽകി അതിന്റെ പുനരധിവാസം ഉറപ്പാക്കിയ ശേഷം കാട്ടിലേക്ക് വിടാനുള്ള തിടുക്കം കാണിച്ചാൽ മതിയെന്ന വിമർശനമാണ് വരുന്നത്. അതുകൊണ്ട് ഇത്തവണ ഈ മോഴയെ വെടിവെച്ച് പിടികൂടിയാലും അത് കൃത്യമായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ കർണാടകത്തിലേക്ക് തിരിച്ചെത്തിക്കും അല്ലെങ്കിൽ കാട്ടിലേക്ക് തുറന്നുവിടാനുമുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം ഒറ്റയാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ തണ്ണീർക്കൊമ്പൻ എന്ന ആന ഈ ദൗത്യത്തിനിടയ്ക്ക് മയക്കുവെടിയേക്ക് പിന്നീട് ബന്ദിപ്പൂരിലെത്തി ആനപരിപാലന കേന്ദ്രത്തിലേക്ക് ഇറക്കും മുമ്പ് അല്ലെങ്കിൽ ഒരു വൈദ്യ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കും മുമ്പ് പോലും ജീവൻ വെടിയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ പിഴവുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വനവകുപ്പിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾ എന്നിവ കൂടി പരിഗണിച്ചായിരിക്കും ഒരു ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വനംവകുപ്പ് കടക്കുക. അനീഷ്, ഈ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ അജീഷിന്റെ മരണത്തിന് പിന്നാലെ വനംവകുപ്പ് അധികൃതർക്കെതിരെ സർക്കാരിനെതിരെയൊക്കെ വലിയ ജനരോഷം അണപൊട്ടുന്നത്. MLA-മാർക്കെതിരെയും വനമന്ത്രിക്ക് അടക്കം ഉള്ളവർക്കെതിരെ ഗോബാക്ക് വിളികളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇന്ന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? ഇന്നലെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാനന്തവാടി പട്ടണത്തിൽ ഉണ്ടായത്. കാരണം പെട്ടെന്നുണ്ടായ ഒരു മരണം, അതും സ്വന്തം വീട്ടിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെടുക. നേരത്തെ കൃഷിയിടത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആനയുടെ മുന്നിൽ അബദ്ധത്തിൽപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് മരണമുണ്ടാകുന്ന കാഴ്ച പുതിയതല്ല. പക്ഷേ സ്വന്തം വീട്ടിൽ പോലും വയനാട്ടിലെ ആളുകൾ സുരക്ഷിതരല്ല എന്നൊരു സന്ദേശം അല്ലെങ്കിൽ അത്തരം ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നതുകൊണ്ട് തന്നെ വലിയ ജനരോഷമാണ് ഈ മേഖലകളിൽ ഉയർന്നത്. ആളുകൾ ഒന്നടങ്കം പ്രതിഷേധത്തിനായി എത്തുന്നു. 100 കണക്കിന് ആളുകളാണ് മാനന്തവാടിയിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയത്. പ്രധാനമായും ആനയെ തുരത്തുക അല്ലെങ്കിൽ ആനയെ മയക്കുവെടി വെക്കുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാന ആവശ്യം. ഒപ്പം ആളുകളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞാണ് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാരണം അടുത്തിടെ പല സാഹചര്യങ്ങളിൽ ഇതുപോലെ ആനയുടെയും കരടിയുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയോ അല്ലെങ്കിൽ അവരുടെ ജീവനോപാധികൾ നഷ്ടമാവുകയോ അല്ലെങ്കിൽ സ്ഥിരമായി ഒരു അസുഖബാധിതരായി മാറേണ്ട ഒരു അവസ്ഥയിലേക്കോ നീങ്ങുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിന് കൃത്യമായ ഒരു പരിഹാരം അകലെയാണ്. ഒപ്പം ഈ മരിച്ച അജീഷിന്റെ കുടുംബത്തിനൊരു ധനസഹായം അല്ലെങ്കിൽ അവർക്ക് ജോലി എന്നത് സംബന്ധിച്ച ഒരു ഉറപ്പും സർക്കാരിൽ നിന്ന് നേടേണ്ടതുണ്ട്. സാധാരണഗതിയിൽ 5 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയുടെയോ അല്ലെങ്കിൽ കാട്ടുജീവികളുടെയോ ആക്രമണം മൂലം മരിക്കുന്നവർക്ക് നൽകുക. എന്നാൽ ആ നഷ്ടപരിഹാരം പര്യാപ്തമല്ല എന്ന നിലപാടിൽ ജനക്കൂട്ടം ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ നൽകും എന്ന ആദ്യ ഗഡുവായി നൽകുമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. പിന്നീട് കൂടുതൽ പണം നൽകാൻ കഴിയുമോ എന്ന അതിന്റെ സാധ്യതകൾ ആരായാൻ മന്ത്രിസഭാ യോഗത്തിന് ചുമതലപ്പെടുത്തി. അല്ലെങ്കിൽ ആ മന്ത്രിസഭാ യോഗ തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് ഈ പ്രതിഷേധക്കാരെ അറിയിക്കുകയും ചെയ്തു. ഒപ്പം പറക്കുമുട്ടാത്ത 2 കുഞ്ഞുങ്ങളാണ് ഈ അജീഷിനുള്ളത്. അതുകൊണ്ട് അജീഷിന്റെ ഭാര്യയ്ക്ക് ജോലി സംബന്ധിച്ച ഒരു തീരുമാനവും കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഒപ്പം നിരവധി കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഇദ്ദേഹം പണം കടമെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വായ്പാ ബാധ്യതകൾ പൂർണ്ണമായും എഴുതി തള്ളുക അല്ലെങ്കിൽ സർക്കാർ അടയ്ക്കുക എന്ന സംബന്ധിച്ച നിർദ്ദേശവും
ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അക്കാര്യത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന നിർദ്ദേശം ആണ് ഇന്നലത്തെ യോഗത്തിൽ സർവകക്ഷി യോഗത്തിൽ നൽകിയത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ രേഖാമൂലം തന്നെ സർക്കാർ എഴുതി നൽകി അതിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് പ്രതിഷേധക്കാർക്ക് കൈമാറിയ ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുകൊടുക്കാനുണ്ടായ സാഹചര്യം ഉടലെടുത്തത്. ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ തടഞ്ഞു വയ്ക്കുകയും അവർക്കെതിരെ ഈ പ്രതിഷേധത്തിന്റെ ചൂടറിയുകയും ചെയ്ത ഒരു ദിനമായിരുന്നു ഇന്നലെ. എന്തായാലും ഈ ആദ്യ ഘട്ട പ്രതിഷേധത്തിന് ശേഷം പിന്നീട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ വീട്ടിലേക്ക് എത്തിച്ചു. ഇനി മൃതദേഹം വെച്ചൊരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരമൊരു നാടകീയ രംഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന. പക്ഷേ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആനയെ വെടിവെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള നടപടിക്രമങ്ങൾ തുടരേണ്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു അനുഭാവം വന്നാൽ നാട്ടുകാർ ഏത് രീതിയിൽ ഇനി പ്രതികരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും ഈ വനം മന്ത്രിക്കെതിരെ സൂക്തമായ വിമർശനങ്ങളും വലിയ പ്രകോപനവും തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കാരണം ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ടും ഈ ഉദ്യോഗസ്ഥർക്കപ്പുറം ഉള്ള ആളുകൾ എന്തുകൊണ്ട് വയനാട്ടിലേക്ക് എത്തുന്നില്ല എന്ന ചോദ്യം അവർ ഉയർത്തുന്നു. പക്ഷേ പറയാം, വനമന്ത്രിയൊക്കെ സ്ഥലത്തെത്തിയാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ചൂടും ചൂരും ഒക്കെ വല്ലാതെ അനുഭവിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഏത് രീതിയിൽ തീർച്ചയായും വയനാട്ടുകാരെ സംബന്ധിച്ച് ഇന്നലെ ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു പ്രതിഷേധമല്ല നമ്മൾ കണ്ടത്. ദിവസങ്ങളായ ഒരു ഇടവേളയില്ലാതെ അവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഭയത്തിന്റെ ഒരു രോഷം അണപ്പൊട്ടലായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം ഒരു ഇടവേള പോലും ഇല്ലാതെയുള്ള ആക്രമണമാണ് വന്യമൃഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വയനാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സാഹചര്യം തന്നെയായിരുന്നു. അനീഷ, ഇനി അറിയാനുള്ളത് എത്ര വേഗത്തിൽ ഈ ഒരു ദൗത്യം അത് ആരംഭിക്കുമെന്നാണ്? ഉടൻ ഉണ്ടാകുമോ? ദൗത്യം ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഉടൻ തന്നെ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു കൃത്യമായ നടപടി ഏത് സമയത്തേക്കുണ്ടാവും? രാവിലെ തന്നെ ഈ ആശങ്ക പരിഹരിക്കുമോ എന്ന ഒരു ചോദ്യം ബാക്കിയാവുന്നു. കാരണം സംസ്കാര ചടങ്ങുകളടക്കം നടക്കാനുള്ള ചാലിഗദ്ദ ഭാഗത്തേക്ക് കൂടുതൽ നാട്ടുകാർ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യതയും കാണുന്നു. അതുകൊണ്ട് ഈ ദൗത്യം വൈകിയാൽ അല്ലെങ്കിൽ ആനയെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നത് വൈകിയാൽ ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കും എന്നത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൊബൈൽ റേഞ്ചുകൾ അടക്കം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വിവരങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കാൻ ഒരു കാലതാമസം വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം നമുക്ക് ഇത് സംബന്ധിച്ച എന്താണ് രാവിലത്തെ അവരുടെ കർമ്മപദ്ധതി, അല്ലെങ്കിൽ ആനയുടെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ്, ആന പ്രദേശത്തോടുകൂടി എങ്ങാനും കാട്ടിലേക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മയക്കോടി വെക്കുന്നതിനുള്ള നടപടികൾ എപ്പോൾ തുടരും എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ചിത്രം നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ സാധിക്കും. ശരി, അനീഷാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.